സമസ്തയിലെ ഭിന്നതയും തീരുമാനങ്ങളും ഏറ്റവും അധികം ബാധിക്കുന്നത് ലീഗിനെയാണ്. മുശവറ യോഗത്തിലെ പൊട്ടിത്തെറിക്കും സംസ്ഥാന അധ്യക്ഷന്റെ ഇറങ്ങിപ്പോക്കിനും ശേഷം സമസ്തയിലെ ചേരിതിരിവ് വീണ്ടും കൂടുതൽ രൂക്ഷമാവുകയായിരുന്നു. ഇതിനോടനുബന്ധിച്ച് സമസ്തയെടുത്ത ചില തീരുമാനങ്ങൾ ലീഗിന് അക്ഷരാർത്ഥത്തിൽ തിരിച്ചടിയാവുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ചേർന്ന സമസ്ത മുശവറ അത് പൊട്ടിത്തെറിയിൽ കലാശിച്ചുവെങ്കിലും തിരസ്കരിക്കാനാകാത്ത ചില സുപ്രധാനമായ തീരുമാനങ്ങളുണ്ടായിരുന്നു. പ്രധാനമായും രണ്ട് തീരുമാനങ്ങളാണ് മുശവറ കൈക്കൊണ്ടതെന്നാണ് യോഗത്തിന് ശേഷം സമസ്ത പ്രസിഡന്റായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നത്. ഈ തീരുമാനങ്ങൾ മുസ്ലിം ലീഗിനെ പൊള്ളിക്കുന്നതാണ്. CAC, ജാമിയ നൂരിയ അറബിക് കോളേജ് എന്നിവയുമായി ബന്ധപ്പെട്ടതായിരുന്നു ആ തീരുമാനങ്ങൾ. സമസ്ത നേരത്തെ പുറത്താക്കിയ അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരിയെ വീണ്ടും ജനറൽ സെക്രട്ടറി ആക്കിയതിനാൽ CAC-യുമായി യാതൊരു ബന്ധവും വേണ്ട എന്നതാണ് സമസ്ത തീരുമാനിച്ചത്. CAC-യുടെ പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി തങ്ങളുമാണ്. സമസ്തയുടെ സമ്മർദ്ദം കാരണമാണ് നേരത്തെ ഹക്കീം ഫൈസിയെ CAC-യുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയത്. എന്നാൽ ഈയടുത്ത് വീണ്ടും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരികയും ചെയ്തു. ഇത് തങ്ങൾക്കേറ്റ അവഹേളനമായാണ് സമസ്ത കാണുന്നത്. ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സുന്നി വിരുദ്ധരുടെ സ്വാധീനം ഹക്കീം ഫൈസി ആദർശേരിക്ക് ഉണ്ട് എന്നതാണ് സമസ്ത പറയുന്നത്. പട്ടിക്കാട് ജാമിയ നൂരിയയിലെ അധ്യാപകനായ അബ്ദുള്ള ഫ്ലവരിയെ ഒഴിവാക്കണമെന്നതാണ് സമസ്ത എടുത്ത മറ്റൊരു തീരുമാനം. എന്നാൽ ലീഗിന്റെ പൂർണ്ണ പിന്തുണയുള്ള ആളാണ് ഫ്ലവരി. ജാമിയ നൂരിയയുടെ പ്രസിഡന്റും സാദിഖ് അലി തങ്ങളാണ്. ഈ തീരുമാനങ്ങളെ മറച്ചുപിടിക്കാനും ചർച്ച ചെയ്യാതിരിക്കാനുമാണ് സമസ്തയിലെ ലീഗ് അനുകൂലികൾ മുക്കം ഉമർ ഫൈസിയെ ലക്ഷ്യമിട്ടുകൊണ്ട് വിവാദങ്ങൾ ഉയർത്തിയതെന്ന സംശയവും ശക്തമാണ്. സമസ്ത അനുകൂലികൾ തന്നെയാണ് ഇത്തരമൊരു സംശയം ഉന്നയിക്കുന്നതും. പ്രധാനമായും മുശവറയിൽ അംഗമായ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിയും മുശവറയിൽ ഇല്ലാത്ത അബ്ദുൽ സമദ് പൂക്കാട്ടൂരുമൊക്കെയാണ് മുക്കം ഉമർ ഫൈസിക്കെതിരെ രംഗത്ത് വന്നത്. പിന്നീട് ആദർശേരിയും ഇദ്ദേഹത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. ഇവരുടെ കൂട്ടായ ആക്രമണം സംശയം ശക്തമാക്കുകയും ചെയ്തു. ഇനി കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചാൽ മുസ്ലിം ലീഗ് പിൻബലത്തിൽ പ്രവർത്തിക്കുന്ന കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുശാവറ യോഗം തീരുമാനിച്ചിരുന്നു. സമസ്ത വിരുദ്ധനായ അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരിയെ വീണ്ടും CAC ജനറൽ സെക്രട്ടറി ആക്കിയതിനെ തുടർന്നാണ് ബന്ധം വിടാനുള്ള തീരുമാനമെടുക്കുന്നത്. ലീഗും സംസ്ഥാന പ്രസിഡന്റായ സാദിഖ് അലി തങ്ങൾക്കും വലിയ ക്ഷീണമാണിത്. സാദിഖ് അലി തങ്ങളാണ് CAC പ്രസിഡന്റ്. ലീഗ് ആഗ്രഹിക്കും വിധം സമസ്ത നീങ്ങുന്നതില്ല എന്നതിന്റെ സൂചനയാണ് മുശവറയുടെ ഈ തീരുമാനം. CAC ഹക്കീം ഫൈസിയുടെ നേതൃത്വത്തിൽ സമസ്തയെ മാനിക്കാത്ത പഠന പദ്ധതി നടത്തുന്നതും പുത്തൻ ആശയഗതിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതും നേരത്തെ മുശാവറ എതിർത്തിരുന്നു. സാദിഖ് അലി തങ്ങൾ ഇടപെട്ടുകൊണ്ട് നേരത്തെ CAC-യെ തിരുത്തിക്കാമെന്നതടക്കമുള്ള തീരുമാനം നടപ്പായതുമില്ല. ഇതേ തുടർന്നാണ് ഇനി ബന്ധമേ ഇല്ല എന്ന് മുശാവറ തീരുമാനിച്ചത്. സാദിഖ് അലി തങ്ങളെ വിമർശിച്ച ഉമർ ഫൈസി മുഖത്തെ മുശാവറയിൽ നിന്ന് പുറത്താക്കണമെന്ന ലീഗ് അനുകൂലികൾ ഉയർത്തിയ ആവശ്യം മാറ്റിവെച്ചുകൊണ്ടാണ് സമസ്ത നേതൃത്വം ലീഗിനെതിരായി തീരുമാനം എടുത്തതെന്നതാണ് ശ്രദ്ധേയമായ കാര്യം. മറ്റു പ്രശ്നങ്ങൾ വീണ്ടും മുശാവറ ചേർന്നുകൊണ്ട് ചർച്ച ചെയ്യാനായി മാറ്റിവെക്കുകയും ചെയ്തു. സമസ്തക്കെതിരെ ലീഗ് ആശീർവാദത്തോടെ ആദർശ സംരക്ഷണ സമിതി രൂപീകരിച്ചതടക്കമുള്ള വിവാദ വിഷയങ്ങളും മുശാവറയിൽ വന്നു. ജോയിന്റ് സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാരും ബഹവുദ്ദീൻ നദ്വിയുമാണ് പ്രധാനമായി ലീഗിനായി യോഗത്തിൽ വാദിച്ചത്. വിശദീകരണ ചർച്ചയ്ക്ക് ശേഷം ഇത്തരം കാര്യത്തിൽ തീരുമാനമെന്ന നിലപാടാണ് പണ്ഡിതരിൽ ഭൂരിഭാഗവും സ്വീകരിച്ചത്. എന്നാൽ അതേസമയം തന്നെ മുജാഹിദ് ആശയ പ്രചാരകനായ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജ് അധ്യാപകൻ അൻവർ ഫ്ലവരിയെ പുറത്താക്കാനുള്ള തീരുമാനവും ബുധനാഴ്ച കോഴിക്കോട് ചേർന്ന മുശാവറയിൽ ഉണ്ടാവുകയും ചെയ്തു. പാർട്ടിയിലെ ഉന്നതർ സംരക്ഷിക്കുന്ന അൻവറിനെതിരായ നടപടിയും ലീഗിന് തിരിച്ചടി തന്നെയാണ്. മുനമ്പം ഭൂമി വഖഫിന്റേതല്ല എന്ന ലീഗ് നിലപാടിനോട് യോജിച്ചിരുന്നില്ല. രേഖകൾ പഠിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് സമസ്ത പ്രസിഡന്റായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു വെക്കുകയും ചെയ്തിരുന്നു. ഇറങ്ങിപ്പോക്ക് വാർത്തകൾ വ്യാജമാണ് എന്നതായിരുന്നു അടുത്ത പ്രചാരണം. സമസ്ത മുശവറ യോഗത്തിൽ നിന്ന് പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയി എന്ന് ചില ചാനലുകളിൽ വന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ജനറൽ സെക്രട്ടറിയായ K. ആലിക്കുട്ടി മുസ്ലിയാർ അറിയിച്ചിരുന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30 വരെ നീണ്ട യോഗം മറ്റ് അജണ്ടകൾ ചർച്ച ചെയ്യാൻ സ്പെഷ്യൽ യോഗം ചേരാൻ നിശ്ചയിക്കുകയാണ് ഉണ്ടായത്. യോഗ തീരുമാനങ്ങൾ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മാധ്യമപ്രവർത്തകരെ അറിയിച്ചതുമാണ്. ഇതിനുശേഷം ചില മാധ്യമങ്ങൾ തെറ്റായി കൊടുത്ത വാർത്തകളിൽ ആരും വഞ്ചിതരാകരുതെന്നും വാർത്താക്കുറിപ്പിൽ പറയുകയുണ്ടായിരുന്നു. അജണ്ടയിലെ മറ്റൊരു പ്രധാന കാര്യം ആരാധനാലയ സംരക്ഷണ നിയമം അത് സംരക്ഷിക്കപ്പെടണം എന്നുള്ളതായിരുന്നു. സമസ്ത ആരാധനാലയ സംരക്ഷണ നിയമം സംരക്ഷിക്കണമെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുശവറ യോഗം ആവശ്യപ്പെട്ടിരുന്നു. 1991 നിയമത്തിന് അനുകൂലവാദം ഉന്നയിക്കാൻ സമസ്ത സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ പറഞ്ഞു വെക്കുകയും ചെയ്തിരുന്നു. വിവാദങ്ങളും പരാതികളും ചർച്ച ചെയ്യാൻ മുശാവറ യോഗം 10 ദിവസത്തിനുള്ളിൽ വീണ്ടും ചേരുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നതുമാണ്.
ഭിന്നതയ്ക്കിടെ കഴിഞ്ഞ ദിവസം ലീഗ് പ്രവർത്തക സമിതി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി യോഗം വ്യാഴാഴ്ച കോഴിക്കോട് ചേരാനുള്ള തീരുമാനമുണ്ടായിരുന്നു. രാവിലെ 10-ന് സംസ്ഥാന കമ്മിറ്റി ഓഫീസായ ലീഗ് ഹൗസിലായിരുന്നു യോഗമുണ്ടായിരുന്നത്. മുനമ്പം വിഷയത്തിലെ ഭിന്നതയും സമസ്ത കേരള ജമയത്തുൽ ഉലമയുമായുള്ള തർക്കവും ശക്തമായ സന്ദർഭത്തിലാണ് യോഗമുണ്ടായത്. വഖഫ് വിഷയത്തിൽ നേതൃനിലപാടുകളെ വിമർശിച്ചുകൊണ്ട് ലീഗ് ഹൗസിന് മുന്നിൽ ബുധനാഴ്ച പോസ്റ്റർ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു. മുനമ്പം വഖഫ് ഭൂമിയല്ല എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ നിലപാടിനെ പിന്തുണയ്ക്കുകയാണ് ലീഗ് സംസ്ഥാന പ്രസിഡന്റായ സാദിഖ് അലി തങ്ങളും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇ.ടി. മുഹമ്മദ് ബഷീർ, എം കെ മുനീർ, കെ എം ഷാജി എന്നിവർ സതീശിന്റെ നിലപാടിനെ തള്ളുകയുമുണ്ടായി. വഖഫ് ഭൂമി അല്ല എന്ന വാദത്തിന് മുന്നിൽ ഭൂമി കച്ചവടക്കാരെ സംരക്ഷിക്കുകയാണ് എന്ന വാദം പാർട്ടിയിൽ ശക്തമായി വരികയും ചെയ്തു. പ്രവർത്തക സമിതിയിൽ ഇക്കാര്യം ചർച്ചയാകുമെന്നും സമസ്തയുമായുള്ള അനുരഞ്ജന ചർച്ച പൊളിഞ്ഞതും വിവിധ പ്രശ്നങ്ങളിലെ തർക്കവും യോഗത്തിൽ ഉയരുമെന്നും സമസ്തയ്ക്കെതിരെ ആദർശ സംരക്ഷണ സമിതി എന്ന പേരിൽ സമാന്തര സംഘടന രൂപീകരിച്ചതിൽ ചില നേതാക്കൾക്ക് യോജിപ്പില്ല എന്നും പ്രശ്നം പരിഹരിക്കാതെ സാദിഖ് അലി തങ്ങൾ പക്ഷം പിടിക്കുന്നുവെന്ന അഭിപ്രായം ചിലർക്കുണ്ട് എന്നുള്ളതെല്ലാം തന്നെ ചർച്ച ചെയ്യുമെന്നും പറഞ്ഞിരുന്നതാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ PM സലാമിന്റെ പ്രവർത്തനങ്ങളിലെ വിയോജിപ്പും നേതാക്കൾ തമ്മിൽ പങ്കിടാൻ തീരുമാനമായതാണ്.